എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേന്ദ്ര സർക്കാർ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു നിയമ ഭേദഗതി ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നു. അതിൻ്റെ ഒരു ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് എല്ലാ ആൾക്കാരെയും ഒരേപോലെ തന്നെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ജാതി മത പരിഗണനകളൊന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിലും പല ക്രിസ്തീയ സഭകളും ഇതിനോടകം തന്നെ ഇതിൽ വിയോജിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ തന്നെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ വിശ്വാസ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ കൈയടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും, രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടികളും ഒക്കെ തന്നെ അവരുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ നിയമം എന്താണ്? ഈ നിയമം കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ഇരയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളാണോ ഇതിന് പിന്നിലുള്ളത് എന്നതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. അത് വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 പ്രധാനപ്പെട്ട തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ പരിഗണനാ വിഷയമായിട്ടുള്ളത് 1 ദേശീയ സുരക്ഷയാണ്, നാഷണൽ സെക്യൂരിറ്റി. 2ാമത്തേത് ദേശീയ താൽപ്പര്യമാണ്, നാഷണൽ ഇൻട്രസ്റ്റ്. 3ാമത്തേത് പബ്ലിക് ഓർഡറാണ്. ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഈ ബില്ലിൽ തന്നെ പറയുന്നുമുണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഒരു വർഷം ഏതാണ്ട് 16,000 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 22,000 കോടി രൂപയാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വലിയ തുകയാണ്. ആ തുക കൃത്യമായി അക്കൗണ്ടബിലിറ്റിയോടുകൂടി തന്നെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അത് സമാഹരിക്കുന്നത് അതിന് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് സർക്കാരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ ദേശ സുരക്ഷയെയോ ദേശീയ താൽപ്പര്യത്തിനെയോ നമ്മുടെ പൊതുവായിട്ടുള്ള ക്രമസമാധാനത്തിനെയോ ഒന്നും തന്നെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിലാണ് ഈ പണം വിനിയോഗിക്കുന്നത്, ദേശവിരുദ്ധ പ്രവർത്തനത്തിന് അത് ഉപയോഗിക്കുന്നില്ല എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ധാരണ, ബോധ്യം അത് കേന്ദ്ര സർക്കാരിന് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ കൂടി സുരക്ഷയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞാൻ കൂടി പങ്കെടുത്ത ഒരു ചർച്ചയിൽ സഭയെ പ്രതിനിധീകരിച്ച ഒരാൾ വന്ന് പറഞ്ഞത്, കുത്തും കോമയും ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ ലൈസൻസ് റദ്ദ് ചെയ്യും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് വിദേശത്ത് നിന്ന് പണം ഇവിടെ സ്വീകരിക്കുന്നതിനുള്ള ലൈസൻസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൈനർ കംപ്ലയിൻസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അവരുടെ ലൈസൻസ് റദ്ദാകും. അങ്ങനെ റദ്ദായി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ സ്വത്തെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകും എന്ന തരത്തിലുള്ള ഒരാശങ്കയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. എന്നാൽ കേവലം ഒരു കുത്തോ കോമയോ മാറിപ്പോയി എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഈ ലൈസൻസ് റിന്യൂവലുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയെ നമ്മൾ മറച്ചു വയ്ക്കാനായിട്ട് പാടില്ല. നമ്മളിവിടെ അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്ന സമയത്ത് ആ പർപ്പസിന് വേണ്ടി തന്നെ അതിനെ പൂർണ്ണമായും വിനിയോഗിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടാവുക എന്നതാണ് പ്രധാനം. അങ്ങനെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടില്ല എങ്കിൽ അതൊരു വയലേഷനാണ്. അതല്ലാതെ കേവലം ഒരു കുത്തോ കോമയോ മാറിപ്പോകുന്നത് കൊണ്ടല്ല ലൈസൻസ് റദ്ദാക്കപ്പെടുന്നത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ റിപ്പോർട്ടിംഗ് കൃത്യമായിരിക്കണം. അതെങ്ങനെയാണ്, എപ്പോഴാണ് സമർപ്പിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സമയക്രമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വെറുതെ ഒരു കുത്തോ കോമയോ മാറിപ്പോയതാണ് ഈ റിപ്പോർട്ടിലെ പിശക് എന്ന രീതിയിലത്തേക്ക് മാത്രം അതിനെ ചിത്രീകരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ ലൈസൻസ് റിന്യൂവലുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഫീൽഡ് ഇൻസ്പെക്ഷനുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സംഘടന വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്നു, അതിനുശേഷം ഇവിടെ ഏതെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു, ആരോഗ്യ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് വസ്തുവകകളൊക്കെ തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള വസ്തുവകകളിൽ ഇവർ ഈ പറയുന്ന തരത്തിലുള്ള തുക ചെലവഴിച്ച് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഫീൽഡ് ഇൻസ്പെക്ഷൻ വഴിയാണ് ബോധ്യപ്പെടുന്നത്. അങ്ങനെ പണം സ്വീകരിക്കുകയും എന്നാൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വർക്ക് ഒരു സ്ഥലത്തും നടക്കുന്നില്ല എന്നും കണ്ടു കഴിഞ്ഞാൽ അതൊരു നോൺ കംപ്ലയൻസ് ഇഷ്യൂ ആണ്. അതായത് പണം വാങ്ങുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൃത്യമായ യൂട്ടിലൈസേഷൻ ഇവിടെ കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടാനുള്ള, സസ്പെൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. ഇനിയൊന്ന്, ഇങ്ങനെ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്ന പല ആൾക്കാരും ഈ പണമൊക്കെ തന്നെ ഏത് പർപ്പസിനാണോ ചിലവാക്കേണ്ടത് അതിന് ചിലവാക്കാതെ സ്വന്തമായിട്ട് അതിനെ അടിച്ചു മാറ്റുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ പേഴ്സണൽ ഗെയിൻ, വ്യക്തിപരമായിട്ടുള്ള ലാഭം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുക, അവരെ നിയമ നടപടികൾക്ക് വിധേയരാക്കുക എന്നുള്ളതും കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ചെയ്യുന്നതിനെ തടയുന്നതിന് വേണ്ടി കുത്തും കോമയും ഒക്കെ പറയുന്നതും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല.
അപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണോ അതിന് തന്നെ നിയമപരമായിട്ട് തന്നെ ആ പണം പൂർണ്ണമായിട്ട് ചെലവഴിക്കുന്നു എന്നുള്ളതിനെ ഉറപ്പുവരുത്തുന്നതിനും ആ പണം മറ്റൊരു രീതിയിലും അന്യായമായിട്ട് ആരെങ്കിലും സമ്പാദിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുമുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിനുവേണ്ടി കൂടിയിട്ടാണ് ഈ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇനിയൊന്ന്, ഇതിൻ്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതോറിറ്റിക്ക്, ഉദാഹരണത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ലൈസൻസ് ഹോൾഡേഴ്സിനോട് പലതരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസും ആവശ്യപ്പെടാം. ഇത് ടൈംലി കൊടുത്തില്ല എങ്കിലും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് വിദേശത്ത് നിന്ന് പണം സമ്പാദിക്കുന്നതിനും അത് ഇവിടെ കൈകാര്യം ചെയ്യുന്നതിനും അതിനെ ഇവിടെ അസറ്റുകളാക്കി മാറ്റുന്നതിനും ആക്റ്റീവായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു FCRA ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇനി ലൈസൻസ് റിന്യൂവലിന് വേണ്ടി വരുന്ന സമയത്ത് 6 മാസം മുമ്പ് തന്നെ നമുക്കത് റിന്യൂവലിനുള്ള അപേക്ഷ കൊടുക്കാം. ആ സമയത്ത് അപേക്ഷ പെൻഡൻസിയിലിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലും നമ്മുടെ ലൈസൻസ് റദ്ദാക്കുകയില്ല. ഒരു തരത്തിലും ഈ ലൈസൻസിനെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ലൈസൻസ് ഹോൾഡർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാത്രമേ അതിനെ സർക്കാർ ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ മാനം മര്യാദയ്ക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന, ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന, മറ്റു പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കും FCRA ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഭയമോ ഭീതിയോ ഉണ്ടാകേണ്ടതില്ല. ആ രീതിയിലത്തേക്ക് അനാവശ്യമായിട്ട് ഭീതി വിതയ്ക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മളിതിൽ ഓർക്കേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ വ്യക്തിക്കോ വിദേശത്ത് നിന്ന് പണം സമാഹരിക്കുക, ഇങ്ങനെ FCRA വഴി കിട്ടുക എന്നുള്ളത് മൗലികാവകാശമല്ല. മറിച്ച് സുപ്രീം കോടതി തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ തന്നെ അത് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിവിലേജ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിന് റിപ്പോർട്ടിംഗ് മെക്കാനിസം ഉണ്ടെങ്കിൽ, അതിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസിന് മറുപടി കൊടുക്കണമെങ്കിൽ അതെല്ലാം തന്നെ ചെയ്യേണ്ടത് ലൈസൻസ് ഹോൾഡറുടെ മാത്രമായിട്ടുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അത് നിരോധനമല്ല, പ്രൊഹിബിഷനല്ല, മറിച്ച് റീസണബിൾ റെസ്ട്രിക്ഷനാണ്. ന്യായമായിട്ടുള്ള ചില പരിധികളും പരിമിതികളും അതിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിലും ബാധകമാണ്. ഇനി ഒരു ഇവൻച്വാലിറ്റിയിൽ, അതായത് ഒരു തരത്തിലും ഒരു FCRA ലൈസൻസ് റിന്യൂ ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ അസറ്റുകളൊക്കെ തന്നെ ഏറ്റെടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അവരുടെ ലൈസൻസ് പുതുക്കാനുള്ള താല്പര്യമില്ല എങ്കിലോ ലൈസൻസ് റദ്ദായി പോയിട്ടുണ്ട് എങ്കിലോ ഇതുവരെ അവർ സമാഹരിച്ച ധനം ഉപയോഗിച്ചുകൊണ്ട് അവരിവിടെ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന അസറ്റുകൾ, അതിൻ്റെ ഉത്തരവാദിത്തം, അതിൻ്റെ പെർമനൻറ്റ് കസ്റ്റഡി അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളത് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപക്ഷെ ഒരു ചെറിയ കാലയളവിലേക്ക് കൂടുതൽ ധനം ഇവിടേക്ക് കൊണ്ടുവന്ന് അത് തെറ്റായ രീതിയിലത്തേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ പാർക്ക് ചെയ്തിരിക്കുകയാണോ എന്നൊന്നും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്വത്ത് സർക്കാരിലേക്ക് തന്നെ വരേണ്ടതാണ്. കാരണം അതിൻ്റെ കൃത്യമായിട്ടുള്ള കസ്റ്റഡി, അതിൻ്റെ സൂപ്പർവിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അത് മിക്സ്ഡ് ഫണ്ട് അസറ്റ് ആണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അത് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാലയളവിൽ ആ വസ്തു എങ്ങനെ, ആര്, എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം, അതിനെ പെർമനൻ്റ് ആയിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കണം, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനാണ്. കാരണം മറ്റുള്ള ആൾക്കാർ അത് കൈവശം വെച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രസക്തമായി വരുന്നതും. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നതിന് വേണ്ടി ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സംവിധാനത്തിനെ, ഒരു പുതിയ ഉദ്യോഗസ്ഥനെ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്യും. ആ ഉദ്യോഗസ്ഥനാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ചുമതല മേലിൽ നിർവഹിക്കാനായിട്ട് പോകുന്നത്. ഒരു തരത്തിലും ഈ പണമോ വസ്തുവോ ഒന്നും തന്നെ അന്യാധീനപ്പെടുന്നില്ല എന്നും അനാവശ്യമായിട്ട് ആരുടെയും കൈകളിൽ എത്തുന്നില്ല എന്നും അങ്ങനെ ഇതിനൊരു കണ്ടിന്യൂറ്റി ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് മാത്രമാണ് പോകുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പുവരുത്തുന്നതിന് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് സാധിക്കുകയും ചെയ്യും. ഇനി ഇതിൽ ക്രിസ്തീയ സഭകൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്. അതായത് ഏതെങ്കിലും ഒരു ആരാധനാലയം ഇതേപോലെ വിദേശത്തു നിന്നുള്ള ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അസറ്റാണ്. അങ്ങനെയുള്ള ഒരു ആരാധനാലയം ഈ ലൈസൻസ് റദ്ദായി പോയി അതിനെ പുതുക്കാനായിട്ടുള്ള ഒരു സാഹചര്യവുമില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ അതിനെ ഏറ്റെടുത്ത് അതിൻ്റെ സ്വഭാവം തന്നെ മാറ്റി മറ്റൊരു തരത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. അത്തരത്തിലുള്ള ഒരാശങ്കയ്ക്കും ഇതിൽ വഴിയില്ല. കാരണം അത് കൃത്യമായിട്ട് ഈ പുതിയ ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: Notwithstanding anything contained in subsection 6, the designated authority shall, where any asset permanently vested in it or portion thereof is a place of worship, അതായത് പൂർണ്ണമായോ ഭാഗികമായോ ഈ വെസ്റ്റ് ചെയ്യപ്പെടുന്ന അസറ്റ് ഒരു ആരാധനാലയമാണ് എങ്കിൽ, entrust the management or operation of
such asset or portion thereof to such person in such manner and on such terms and conditions as may be prescribed and ensure that the religious character of such place of worship is maintained. അതായത് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തിയെ ഏൽപ്പിക്കണം. അത് വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടങ്ങളുടെയും കണ്ടീഷൻസിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലായിരിക്കണം. തന്നെയുമല്ല അതിന് ഏത് തരത്തിലുള്ള മതസ്വഭാവമാണോ ഉള്ളത് അത് നിലനിർത്തുകയും വേണം എന്നാണ്. അതായത് ഒരു പള്ളിയെ എടുത്ത് മാറ്റിയിട്ട് ഒരു അമ്പലമാക്കാനോ ഒരു അമ്പലത്തിനെ മാറ്റി ഒരു പള്ളിയാക്കാനോ സാധ്യമല്ല. പള്ളി പള്ളിയായിട്ടും അമ്പലം അമ്പലമായിട്ടും തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസിന് വേണ്ടി അതിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളും മാർഗ്ഗങ്ങളും അനുസരിച്ച് ആരെയാണോ ഇൻട്രസ്റ്റ് ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള പ്രൊവിഷനും ഇതിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ആരാധനാലയത്തിൻ്റെ സ്വഭാവം മാറ്റും, ആരാധനാലയങ്ങളെ നശിപ്പിക്കും എന്നിങ്ങനെ ഉണ്ടാകുന്ന ആശങ്കകളെല്ലാം തന്നെ അസ്ഥാനത്താണ്. അതിനൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് ഈ നിയമം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടാകണം എന്നതാണ്. ഇത് ആർബിട്രറി ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിലവിലും ഉദാഹരണത്തിന് CBI എൻക്വയറി വേണമെങ്കിൽ ഒന്നുകിൽ കോടതി ഓർഡർ ഇട്ടതിന് ശേഷം വരാം, അതല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ റെക്കമെൻഡ് ചെയ്താൽ വരാം. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഡിസ്ക്രേഷനാണ്. ആ ഡിസ്ക്രേഷനെ നമ്മൾ ആർബിട്രറിനെസ് എന്ന് പറയുമോ എന്നുള്ളതാണ്. ഇവിടെയും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിസ്ക്രേഷനാണ്. ആ ഡിസ്ക്രേഷൻ എന്നതിനെ ആർബിട്രറിനെസ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം FCRA എന്നത് ഒരു കേന്ദ്ര നിയമമാണ്. അതുകൊണ്ട് തന്നെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി വരേണ്ടതുമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, ദേശീയ താല്പര്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു നിയമമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് ഒരു സ്റ്റേറ്റ് മിഷനറിയേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് അതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതും പല ഏജൻസികൾ ചേർന്നിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് എൻക്വയറി നയിക്കാനും കഴിയുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ അവരുടെ അപ്രൂവലോട് കൂടിയിട്ട് തന്നെ അനുമതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നതാണ് ഉചിതം. സത്യത്തിൽ അത് നേരത്തെയും അങ്ങനെ തന്നെ ആകേണ്ടതായിരുന്നു. അത് ഇപ്പോഴാണ് വന്നത് എന്നതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ആർബിട്രറിനെസ് അതിൽ പറയാനായിട്ട് കഴിയുകയുമില്ല. ഇവിടെയും വളരെ ഗുണപരമായിട്ടുള്ള, സമൂഹത്തിന് രാജ്യത്തിന് ഒക്കെ തന്നെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ FCRAയുടെ പുതിയ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ തന്നെ കേവലം ആർബിട്രറിനെസ് ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള കഴമ്പുമില്ല എന്നുള്ളതാണ് പ്രധാനം. ഇനി ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് മാത്രം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, സഭയ്ക്ക് മാത്രം പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു തരത്തിലുള്ള കാര്യവുമില്ല. നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ FCRA വഴി പണം വാങ്ങുന്നത് ഹിന്ദു സ്ഥാപനങ്ങളും സംഘടനകളും തന്നെയാണ്. പക്ഷേ അവർക്ക് ഇതിൽ ഓപ്പണായിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ഇല്ല. മുസ്ലിം സംഘടനകൾക്കോ സിഖ് സംഘടനകൾക്കോ ഒന്നും തന്നെ ഇങ്ങനെ കംപ്ലൈൻ്റ് ഇല്ല. ചില സഭകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതല്ലാത്ത മറ്റ് സ്ഥാപനങ്ങൾക്കും, ഇപ്പോൾ ഹൈന്ദവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ ഈ കംപ്ലൈൻറ്റ്സ് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെയും അവരുടെ ലൈസൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭാരതീയ സംസ്കൃതി പരിഷത്ത്, ദയാനന്ദ് ആംഗ്ലോ വേദിക് ട്രസ്റ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള ചില പോരായ്മകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു, എന്നിട്ട് അതിൻ്റെ യൂട്ടിലൈസേഷൻ കൃത്യമായിട്ട് കാണിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ വിദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന പണം മറ്റ് പല മാർഗങ്ങളിലേക്ക് അതിനെ റീറൂട്ട് ചെയ്ത് സൈഫൺ ചെയ്ത് വിട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ പീസ് എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും FCRA ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ പോളിസി റിസർച്ച് നടത്തുന്നു എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾക്ക് 75% അവരുടെ മൊത്തത്തിലുള്ള ഫണ്ട് വിദേശത്ത് നിന്ന് വരുന്നു. എന്നാൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പണമൊക്കെ തന്നെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ മറുപടികൾ കിട്ടാത്തതുകൊണ്ട് അവരുടെയൊക്കെ തന്നെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ വളരെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നിരിക്കെ ഇതിനെയൊക്കെ കേവലം ഒരു കുത്തിൻ്റെയോ കോമയുടെയോ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് അതിലുള്ള ഒരു ഡിജിറ്റ് മാറിപ്പോയി എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുന്നത്, അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നത് അധാർമികമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു തരത്തിലുള്ള ഡിസ്പാരിറ്റിയും ഇല്ലാതെ എല്ലാ തരത്തിലുള്ള റിസോഴ്സസും ആൾക്കാർക്ക് നിയമപരമായിട്ട് തന്നെ അനുഭവിക്കാനുള്ള അവകാശമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെയോ താല്പര്യത്തിനെയോ പ്രതിലോഭകരമായി ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു തരത്തിലുള്ള ഫണ്ടിങ്ങും വിദേശത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ അത് ആവശ്യമാണ് എന്നുള്ളതിനെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് ഈ ഒരു നിയമം. അതുകൊണ്ട് തന്നെ ഈ നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.